അമ്മ ഞങ്ങളൊന്ന് പുറത്തോട്ട് പോയിട്ട് വരാം. നിങ്ങളിത് എവിടെ പോവാ? അത് തന്നെ ഒരു ചോദ്യം പറച്ചില്ലാതെ എവിടെ പോകുന്നു? ഇവളെവിടെ ഇരുന്ന് ബോറടിക്കല്ലേ, ചുമ്മാ ഒരു സിനിമ കണ്ടിട്ട് വരാന്ന് വിചാരിച്ചു. ഓ ഞങ്ങളൊക്കെ ഇവിടെ 27 മണിക്കൂറും നാളെ നിങ്ങളുടെ സർക്കിട്ടാണല്ലോ. നമുക്കെല്ലാവർക്കും കൂടെ പിന്നെ ഒരു ദിവസം പോവാം. അത് മതി, അടയാൻ പോയിട്ടോ. അത് പറ്റില്ല, എനിക്കും വരണം. എടി 2 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളൂ. എന്നൊരു കാര്യം ചെയ്യും, ആ ടിക്കറ്റിൽ ഇവർ രണ്ടുപേരും പോട്ടെ, നിങ്ങൾക്ക് പിന്നെ പോകാമല്ലോ. അതൊന്നും ശരിയാകത്തില്ല, അടയാൻ പോകെ. എന്താ ശരിയാവത്തെ? എനിക്ക് സിനിമ കാണണം. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ വാ, ഇല്ലെങ്കിൽ ഞാൻ ഏട്ട കൂടെ പോകും. എനിക്ക് എന്തടി ബോധമില്ല. അടയാ, ഞാൻ ടിക്കറ്റ് വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്, നിങ്ങൾ പോയിട്ടോ. നമുക്ക് പിന്നെ ഒരു ദിവസം പോവാം. കുത്തിയിരിക്കാൻ ഒരുങ്ങി പോവാൻ നോക്കാം. ഞാൻ പറഞ്ഞു തരാമേ. ഇന്ന് താളം തൊട്ടിക്കൊണ്ടിരിക്കുന്നേ. എന്റെ കൊച്ചിവിടെ വന്ന് നിൽക്കുമ്പോഴാ അവൾക്ക് അവനെയും കൊണ്ട് സിനിമയ്ക്ക് പോന്നെ. ഒന്ന് പോകും കാണാം. ഈ തുണിയുടെ അലക്കി ഇട്ടേര്. രേവതിയുടെയാ, വിലയുള്ളതാ. നിന്റെ വൈദ്യൊക്കെ നിന്റെ കീറി കളഞ്ഞേക്കല്ലേ. രേവതി അലക്കിക്കൊള്ളില്ലേ അമ്മ? ഓ എന്റെ കൊച്ചിന്റെ 2 തുണി കഴുകാൻ പറഞ്ഞപ്പോഴത്തേന് നീ മറുചോദ്യം ചോദിക്കുന്നു. നിനക്ക് പറ്റത്തില്ലേ പറഞ്ഞാ മതി, ഞാൻ അലക്കിക്കോളാം. അതല്ല, രേവതി ഇവിടെ ഒരു പണി ചെയ്യണ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അതെ, എന്റെ കൊച്ചു നിന്നെപ്പോലെ ഗതിയില്ലാത്തടത്തൊന്നും അല്ല. ഇവിടെ ഞാൻ അവളെ കുനിഞ്ഞൊരു ഇല പോലെ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ അവളെ വളർത്തിയത്. അവിടെ ഭർത്താവും വീട്ടുകാരും അതേപോലെ അവളെ നോക്കുന്നത്. നീ കണ്ടിട്ടില്ലേ അവളെ അവൻ കൈവെള്ളയിലാണ് കൊണ്ട് നടക്കുന്നത്. എന്റെ കൊച്ചിന്റെ സൗന്ദര്യം കണ്ടത്തെ അവൻ ഇങ്ങോട്ട് വന്നാ ചോദിച്ചത്.